ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ വയനാട്ടിലെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. ഇപ്പം എന്തായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ശരിക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ എങ്ങനെയാണ് ദൈവമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അല്ലേ. ശരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോ വ്യക്തികളും സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ശരിക്കും നമ്മൾ പോലും അയ്യോ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് ഓരോ വ്യക്തിയും ആ ദുരന്തം മുമ്പിലോട്ട് കയറി വരുന്നു. ശരിക്കും നല്ലൊരു മനസ്സ് തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ഒരാളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരാൾ. അപ്പം ഞാൻ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ സോഷ്യൽ മീഡിയാസിലൂടെ അവരത് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ചില പുഴുക്കൾ വന്ന് അളയ്ക്കുന്നുണ്ട്. ഒന്നേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യണ്ട. ഇനി കമൻ്റ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടോ? ചെയ്യണ്ട, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ സഹായിക്കുന്നവരെ പുച്ഛിക്കരുത്, സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരെ അപമാനിക്കരുത്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം എല്ലാവരും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് സോഷ്യൽ മീഡിയാസിൽ ഒരു വലിയൊരു സഹായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ ഇതാ വയനാട്ടിലോട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വയനാട്ടിലോട് പോവുകയും ചെയ്തു. വലിയൊരു കാര്യമാണ്. ശരിക്കും അതുപോലൊന്നും ആരും ചിന്തിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മലയാളികളെ എങ്ങനെയാണ് സഹായിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ സഹായം കൊടുക്കാൻ പോകുന്നത് ശരിക്കും നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് അവർ ശരിക്കും അവരുടെ മാനമോ അഭിമാനമോ അല്ലെങ്കിൽ എന്താ പറയുക ജീവനോ ഒന്നും നോക്കാതെയാണ് എല്ലാ മലയാളികളും ഇറങ്ങിത്തിരിക്കുന്നത് സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള മനസ്സുകൾ നമ്മൾ കാണുമ്പോൾ നല്ല മനസ്സുള്ളവരാണെങ്കിൽ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ അടിയിൽ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞ ഈ ഒരു പുഴുവിൽ ഒരു വ്യക്തി വന്നിട്ട് കമൻ്റ് ഇട്ടേക്കാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കുട്ടികൾക്കുണ്ടോ എന്നുള്ളത്. എങ്ങനെയാണ് ഇവനൊക്കെ ഇത് ചോദിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനൊക്കെ എങ്ങനെയാണ് വളർന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടല്ലേ ഇവൻ വളർന്നത് അല്ലേ? ഇങ്ങനെ പറയുന്നവരോട്, ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എന്താ പിന്നെ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയില്ല, നമ്മൾ ഇത്ര ആൾക്കാർ ഒരു മനസ്സായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലുള്ള സഹായങ്ങൾ മനസ്സുകൊണ്ട് കാണിക്കുന്ന ആൾക്കാരോട് ചില ആൾക്കാർ പ്രതികരിക്കുന്നത് ഈ രീതിയിലാണ്. ശരിക്കും ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ആ ID ഡിലീറ്റഡ് ആണെന്നാണ് കാണുന്നത്, ഇൻസ്റ്റാഗ്രാം ID ഡിലീറ്റഡ് ആണെന്ന് കാണിക്കുന്നത്. ഞാൻ അതിൻ്റെ ഷോർട്ട് ഞാൻ കാണിക്കാം, കമൻറ്റ് ഞാൻ കാണിച്ചുതരാം. ഇവനൊക്കെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അടിച്ച് കൊന്നേക്കണം. സീരിയസ് ആയിട്ട് പറയാം. ഇവനൊന്നും ജീവിക്കേണ്ടവനല്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവനൊക്കെ ജീവിക്കാൻ ഈ ഒരു ഭൂമിയിൽ അർഹതപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു മലയാളിയായിട്ട് എങ്ങനെ ഇവൻ ജീവിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും കരളലിയിക്കുന്ന രീതിയിലാണ് ഓരോ സഹായങ്ങളുമായി ആ ഒരു ഭൂമിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വയനാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലും ഇതുപോലുള്ള വർത്താനങ്ങൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് ചില ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഹോട്ടലുകളായിക്കോട്ടെ, ഡ്രസ്സ് സപ്ലൈ ചെയ്യുന്ന ഷോപ്പുകളായിക്കോട്ടെ, എല്ലാവരും തുനിഞ്ഞൊരുങ്ങിയിട്ടാണ് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയസിലൂടെ പങ്കെടുക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് മാർക്കറ്റിംഗ് ആണ് എന്നാണ്. എന്ത് മാർക്കറ്റിംഗ് ആണ് ഇവർക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത്? എന്ത് മാർക്കറ്റിംഗ് ആണ്? എടോ, ഈ പുഴുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതിലൂടെ ചെയ്യുമ്പോൾ ഒരു ദുരന്തം വരുന്ന സമയത്ത് ഇനിയൊരു ദുരന്തം വരുന്ന സമയത്ത് ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഓരോരുത്തരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ ഇനിയും ആൾക്കാർ മുന്നോട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ഇതുപോലെ വീഡിയോസ് കാണിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത നീയൊക്കെ ഒരു മലയാളിയാണോ, മനുഷ്യനാണോ എന്ന് ഞാൻ ചോദിച്ചു പോകണം. എന്തായാലും ഇതുപോലുള്ള സഹായങ്ങൾ കൊടുക്കുന്നവർക്ക് ഒരുപാട് നന്ദി. കാരണം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊക്കെ എനിക്കൊന്നും ഒരു സഹായം പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ കേരളത്തിലില്ല. എനിക്കൊന്നും ആ സ്ഥലത്തേക്ക് പോലും ചെന്ന് ഒന്നിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റാത്തത് കൊണ്ട് ഒരു വലിയ സങ്കടമുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ ഒരു മൂലയ്ക്കിരുന്നൊരു വീഡിയോ ചെയ്യാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ എന്നാലോചിച്ചും എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇതിന് മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും ഒരുപാട് നന്ദി. എൻ്റെയും ഇതുപോലുള്ള ഒരുപാട് മനുഷ്യന്മാരുടെയും, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ചെയ്യാൻ പറ്റാതെ ഒരു മൂലയ്ക്ക് നിന്ന് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുടെ നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു.